5 IPL ട്രോഫികൾ സമ്മാനിച്ച ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് തികച്ചും അപ്രതീക്ഷിതമായി നീക്കിയതിൽ ആരാധകരുടെ രോഷം ഇപ്പോഴും ശമിച്ചിട്ടേയില്ല. രോഹിത്തിന് പകരം മുംബൈ ടീമിന്റെ പുതിയ നായകനായി മാറിയ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെയാണ് എല്ലാവരും പഴിക്കുന്നത്. രോഹിത്തിനെ മാറ്റാനുള്ള പ്രധാന കാരണം ഹാർദിക്കാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഹാർദിക്കിനെ മാത്രം വില്ലനാക്കാൻ വരട്ടെ, ഇതിനു പിന്നിൽ യഥാർത്ഥത്തിൽ ചരട് വലിച്ചത് മറ്റൊരാളാണെന്നാണ് സൂചനകൾ. അത് മറ്റാരുമല്ല, മുംബൈ ടീമിന്റെ മുഖ്യ ഉപദേശകനും ബാറ്റിംഗ് ഇതിഹാസവുമായ സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ എന്തുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തിയെന്നും രോഹിത്തിനോട് എന്തിനാണ് വൈരാഗ്യമെന്നും പലർക്കും സംശയമുണ്ടാകും. മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻസി മാറ്റത്തിന് പിന്നിൽ എന്തുകൊണ്ടാണ് സച്ചിനെ സംശയിക്കണം എന്നതിന്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. മകൻ അർജുൻ ടെണ്ടുൽക്കറിന് മുംബൈയുടെ പ്ലേയിങ് 11-ൽ മതിയായ അവസരം നൽകാത്തതിന്റെ പേരിൽ രോഹിത്തുമായി സച്ചിൻ കഴിഞ്ഞ 2 വർഷമായി നല്ല രസത്തിലല്ലെന്നാണ് വിവരം. 2021 മുതൽ മുംബൈ ടീമിന്റെ ഭാഗമാണ് അർജുൻ. പക്ഷേ തുടരെ 2 സീസണുകളിൽ അദ്ദേഹത്തിന് രോഹിത് അവസരം നൽകിയില്ല. 2022-ൽ അർജുനെ ഒരു മത്സരത്തിൽ പോലും പരീക്ഷിക്കാത്തതിന്റെ പേരിൽ രോഹിത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടിയും വന്നിരുന്നു. കഴിഞ്ഞ സീസണിൽ മുംബൈക്കായി അർജുൻ അരങ്ങേറിയെങ്കിലും 2 മത്സരങ്ങൾക്ക് ശേഷം ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്നയാളാണ് സച്ചിൻ. പല മത്സരങ്ങളെക്കുറിച്ചും താരങ്ങളുടെ വ്യക്തിഗത നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റുകൾ ഇടാറുമുണ്ട്. പക്ഷേ രോഹിത്തിനെ കുറിച്ച് സച്ചിന്റെ ഒരു പോസ്റ്റ് പോലും നമുക്ക് കുറച്ചു കാലമായി എടുത്തു കാണിക്കാൻ സാധിക്കില്ല. ബംഗ്ലാദേശിനെതിരെ വിരൽ പൊട്ടിയിട്ടും വകവയ്ക്കാതെ രോഹിത് പുറത്താവാതെ 51 റൺസ് നേടിയപ്പോഴും ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ 86 റൺസ് കുറിച്ചപ്പോഴുമൊന്നും സച്ചിന്റെ ഒരു പോസ്റ്റ് പോലുമില്ലായിരുന്നു. വിരാട് കോഹ്ലി, ശുഭ്മൻ ഗിൽ എന്നിവരുടെ നേട്ടങ്ങളെ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദിക്കാറുള്ള സച്ചിൻ പക്ഷേ രോഹിത്തിന്റെ കാര്യത്തിൽ മാത്രം മൗനം പാലിക്കുകയാണ്. അവസാനമായി രോഹിത്തിനെ കുറിച്ച് സച്ചിൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് 2022 ഏപ്രിൽ 30-നാണ്. രോഹിത് നന്നായി പെർഫോം ചെയ്യുമ്പോഴെല്ലാം തനിച്ച് അദ്ദേഹത്തെ പ്രശംസിക്കാതെ ടീമിലെ മറ്റാരുടെയെങ്കിലും പേര് കൂടി ചേർത്താണ് സച്ചിൻ പോസ്റ്റ് ഇടാറുള്ളത്. ഇന്ത്യൻ താരങ്ങളായ സുരേഷ് റെയ്ന, യൂസുഫ് പഠാൻ, വിരാട് കോഹ്ലി, ശുഭ്മൻ ഗിൽ, ഇഷാൻ കിഷൻ, ഹർഭജൻ സിംഗ്, രവീന്ദ്ര ജഡേജ എന്നിവരുടെ എല്ലാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം ആശംസകൾ നേരാറുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും രോഹിത്തിന് ഇത്തരത്തിൽ സച്ചിന്റെ പിറന്നാൾ ആശംസകൾ ലഭിച്ചിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ അർജുൻ ഫോളോ പോലും ചെയ്യുന്നില്ലെന്നും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഹാർദിക്, ഇഷാൻ തുടങ്ങി മുംബൈ ടീമിലെ ഏറെക്കുറെ മുഴുവൻ കളിക്കാരെയും അർജുൻ ഫോളോ ചെയ്യുന്നുണ്ട്. കൂടാതെ നിരവധി ഇന്ത്യൻ താരങ്ങളെയും താരം ഫോളോ ചെയ്യുന്നു. പക്ഷേ രോഹിത് മാത്രം ഈ ലിസ്റ്റിൽ ഇല്ലെന്ന് കാണാം. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ രോഹിത്തും സച്ചിനും തമ്മിൽ തീർച്ചയായും പിണക്കങ്ങളുണ്ടെന്ന് നമുക്ക് ബോധ്യമാവും. അതുകൊണ്ട് തന്നെ മുംബൈ ടീം ഉപദേശകനെന്ന നിലയിൽ രോഹിത്തിനെ മാറ്റുന്നതിലും സച്ചിൻ ചരട് വലിച്ചിട്ടുണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്.